സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകളിൽ ഒപ്പിട്ടത്. നേരത്തെ ബില്ലുകൾ സമയബന്ധിതമായി ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടിയിരുന്നു. ഇതിനു പിന്നാലെ ഫെഡറൽ അവകാശങ്ങൾ തകർക്കുന്നുവെന്ന ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നിലപാടിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചു. ഭൂപതിവ് ഭേദഗതി നിയമത്തിനു പുറമെ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീരസഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളും ഗവർണർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതോടെ ഗവർണറുടെ പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിൽ എല്ലാം തീർപ്പായി. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഇടഞ്ഞു നിന്നിരുന്ന ഗവർണർ പിന്നീട് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. ബില്ലുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് പരാതികൾ ലഭിച്ചു. ഇത് സർക്കാരിന് അയക്കുകയും ചെയ്തു. തുടർന്ന് ചീഫ് സെക്രട്ടറി വിഷയത്തിൽ വിശദമായ മറുപടി ഗവർണർക്ക് നൽകുകയായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലും ഇതുതന്നെയായിരുന്നു. ഇതിൽ തീർപ്പാക്കാത്ത ഗവർണറുടെ നടപടിയിൽ CPM കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷവും ഇതിനെതിരെ രംഗത്തു വന്നു. ഒടുവിൽ ഗവർണർ വഴങ്ങുകയായിരുന്നു. നിലവിലുള്ള ഭൂപതിവ് നിയമം 60 വർഷം പഴക്കമുള്ളതാണെന്നും അതിനാൽ തന്നെ ഇതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ ഈ ബില്ലിനെതിരെ പരിസ്ഥിതി സംഘടനകൾ ഉൾപ്പെടെ രംഗത്തു വന്നു. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ നിയമാനുസൃതമാക്കാൻ ബില്ല് സഹായിക്കുമെന്നാണ് പ്രധാന ആക്ഷേപം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.